ഹലോ അല്ല രാവിലെ തന്നെ പൊരൻ്റെ അടുത്തുള്ള ഒരു വയലിലേക്ക് അങ്ങോട്ട് പോയി. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും അവിടെ പോയി ഇരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. അതിനോട് തന്നെ ഞങ്ങൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും അവിടെ പോയി കുത്തിരിക്കലുണ്ട്. മോനെന്നപ്പോൾക്ക് വെള്ളത്തിൽ ഇറങ്ങണം, ഓടിക്കളിക്കണം, അമ്പനെ കാണാൻ പോകണം, മീനെ പിടിക്കാനൊക്കെ നോക്കീനും. പക്ഷെ ആടെ നോക്കും മാൽത്തക്കണ്ണൻ മാത്രമേ ഉള്ളൂ. മാൽത്തക്കണ്ണനെങ്കിൽ മാൽത്തക്കണ്ണനെ പിടിച്ചിരിക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോഴാണ് പൊരേൽക്ക് ഒരു വിരുന്നേരം വന്നിക്കെന്ന് പറഞ്ഞിട്ട് കോള് വരുന്നേ. അത് വേറെ ആരുമല്ലേ, ആസിച്ചയും ഓന്റെ വൈഫും കൂടിയാ വന്നത്. പോരാത്തിന് പൊരേൽക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു അതിഥിയും കൂടി ഉണ്ട്. ഓന്റെ പെങ്ങളെ മോളാണ്. ഓളെ നോക്കാനുള്ള ഉത്തരവാദിത്തം വില ഏൽപ്പിച്ചതാണ്. ഫ്രീ ചായ ഇവന് കൊടുക്കും. ഓ, പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. എന്തോ പരീക്ഷ എഴുതാൻ വേണ്ടിട്ട് പോയത്. നിലവിളിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് താഴത്ത് വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കുന്നു പറഞ്ഞിട്ട് ഓല് നോക്കുന്നുണ്ട്. ഒരു വിധത്തിലേതായാലും ഉറക്കി ഇസുവിന്റെ തൊട്ടിലാൽ ഓല് കെടുത്തി. മോളെ നോക്കി ഇങ്ങനെ കുത്തിരുന്നാൽ ശരിയായാലും എന്ന് വെള്ളിയാഴ്ചയാണ് നമുക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ച് വരാന്ന് പറഞ്ഞു മഹലിന് പള്ളിയിലേക്ക് ഓനെയും കൂട്ടി അനങ്ങ് പോയി. ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ മിസ് ചെയ്യലേ. പള്ളിയിലേക്ക് ഏതായാലും കുറച്ച് നേരത്തായി പോയിട്ട് എത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, ഈത്തിക്കാഫിന്റെ നെയ്യത്തും വെച്ച് അവിടെ കുത്തിരുന്നു ഞങ്ങള്. ഞാനേതായാലും പള്ളിന്റെ മൂലയിലാണ് കുത്തിരുന്നത്. കയറി വരുന്നവർ ആരൊക്കെയാണ് നാട്ടിലുള്ളതെന്ന് അറിയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓലെയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കൊഞ്ഞം കുത്താൻ കുത്തിരുന്ന. നിക്കാരൻ കയ്യാണ് ബലി പെട്ടെന്ന് ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത് മോള് ഭയങ്കര നിലവിളിയാണ്, ഓളമ്മന്റെ അടുത്ത് കൊണ്ടുപോയാക്കില്ലേ പണി പാളൂന്ന്. നിലവിളി നിർത്തുന്നില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് ഞങ്ങൾ വേഗം വിട്ടു പോരേൽക്ക്. ഒരു രക്ഷയില്ലാത്ത മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. അന്നപ്പോ ഞങ്ങൾ ഈ പാട്ടും പാടിയാണ് പോണ്. കണ്ണറിഞ്ഞ കാണാ തീരം കാത്തിരിപ്പു പുത്തൻ ലോകം. സംഗതി ആ പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് പേടി തുടങ്ങി കിട്ടോ. കാരണം ഞാൻ അവനോട് പറഞ്ഞു ഇനി കുറച്ച് മെല്ലപ്പോട് പേടിയാന്നിട്ട്, മെയിൻ റോഡല്ല പോക്കറ്റ് റോഡാണെന്ന്. ഓന്റെ പെങ്ങൾ ഈങ്ങാപ്പി ഹോസ്പിറ്റലിലാണോ അല്ലെ പരീക്ഷ എഴുതി കുത്തിരിക്കുന്നത്. സ്വന്തം അമ്മനെ കണ്ട നിലവിളി നിർത്താത്ത മക്കളുണ്ടോ. അതിനോണ്ട് ഓലും മോളെ എടുത്ത് ഓളമ്മന്റെ കൊണ്ടുപോയിട്ടോ. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. വെൽക്കം വേണ്ടിയിട്ടും കൂടി ഉണ്ടാക്കി വെച്ച മഞ്ഞ